ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയും മനുവും ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ. മനു പറയുന്നുണ്ട്, അതെന്താടോ തനിക്ക് ഞങ്ങളുടെ നാടൊക്കെ മടുത്തു എത്ര പെട്ടെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മടുത്തിട്ടല്ല, എനിക്ക് ഈ നാട് പേടിയാണ്. ഇനിയിപ്പോൾ സാർ എന്നെ സ്വർണ്ണക്കടയിൽ നിർത്തിയെന്ന് വിചാരിക്കേ, മാഡം പറയും ഞാൻ അവിടുത്തെ സ്വർണ്ണം മുഴുവൻ അടിച്ചുകൊണ്ട് പോവാന്ന്. ഇനിയിപ്പോൾ ടെക്സ്റ്റൈൽസിൽ നിർത്തിയാലോ, എനിക്ക് പിന്നെ ഒരു ഡ്രസ്സും ഇടാൻ പറ്റില്ല, എല്ലാം അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് മാഡം പറയുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. മനുവേട്ട എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമോ? വേറെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമോ? മണ്ണ് ചുമക്കാനോ ഇഷ്ടിക പെറുക്കാനോ റോഡ് പണിക്കോ ഏത് ജോലിയായാലും കുഴപ്പമില്ല, എനിക്ക് ഒരു മടിയില്ല ചെയ്യാൻ. അപ്പം മനു പറയുന്നുണ്ട്, ആ ധൃതി വെക്കാതെ നമുക്ക് നോക്കാന്നേ. അപ്പം അലീന പറയുന്നുണ്ട്, എനിക്കിനി ഇവിടെ വയ്യ മനുവേട്ടാ, വെറുതെ പറയുന്നതല്ല. ഇവിടെ സ്നേഹം എന്നൊക്കെ പറയുന്നത് മിന്നാമിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം പോലെയാണ്. അതാണെങ്കിലോ ആകെ കിട്ടുന്നത് കൃഷ്ണമോളുടെയും മുത്തശ്ശിയുടെയും അടുത്തു നിന്ന്. ഇവിടെ ആർക്കും ആരോടും സ്നേഹമില്ല. അച്ഛനും മോനും കണ്ടാൽ മിണ്ടത്തില്ല, അമ്മയും മോനാണെങ്കിൽ നോക്കത്ത് പോലുമില്ല. കൂടപ്പിറപ്പുകളായിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇതെന്തൊരു വീടാ. അപ്പം മനു പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ നോക്കിയാൽ മിക്ക വീടുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇപ്പം എൻ്റെ വീട് പോലും. അപ്പം അലീന പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങളുടെ സ്നേഹനികേതനം. എന്തൊരു സ്നേഹമായിരുന്നു എല്ലാവരും തമ്മിൽ. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരേക്കാളും കോടീശ്വരന്മാരാ. അപ്പം മനു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ, നീയും രേവതിക്കുട്ടിയും തമ്മിലുള്ള സ്നേഹമൊക്കെ, അതൊക്കെ എനിക്കറിയാം. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പം മനുവേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ, ജോലിയുടെ കാര്യം. അപ്പം മനു പറയുന്നുണ്ട്, എന്തായാലും തനിക്കുള്ള റെസ്റ്റിൻ്റെ സമയം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരെ. എവിടെ ചെന്നാലും ജോലി ചെയ്യണ്ടേ, അതിനുള്ള ആരോഗ്യം വേണ്ടേ. അപ്പം അലീന പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിക്കോളും മനുവേട്ടാ, എന്തായാലും ഒന്ന് കാര്യമായിട്ട് നോക്കിക്കോണേ. അപ്പം മനു പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കാം, എന്നാൽ ഞാൻ വെച്ചോട്ടെ. അങ്ങനെ മനു ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടീനെയാണ് കേട്ടോ. രേവതിക്കുട്ടി ഗ്രേസമ്മയുടെയും മാമച്ചനങ്ങളുടെയും ഒക്കെ കൂടെ ഇരുന്ന് TV കാണുക. ആ സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അലീനയാണ് കേട്ടോ വിളിക്കുന്നത്. അത് കണ്ടതും രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ചേച്ചി. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ നീ പണിയിലായിരുന്നോ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അല്ല ചേച്ചി, എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, ഞാനിപ്പോൾ TV കാണായിരുന്നു. ആ ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ? ഞങ്ങൾ നാളെ ഷെറിൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ചേച്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, അത് മോളെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഞാനും കൂടി വരായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ ചേച്ചി വരുന്നുണ്ടോ ഇങ്ങോട്ട്? അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് മോളെ ഞാൻ ഇവിടുത്തെ ജോലി മതിയാക്കാൻ പോവാ, എനിക്കിനി ഇവിടെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ മേഡം എന്നെ വിളിച്ച് ഇവിടെ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ വന്നതിന് ശേഷമാണ് അത്രേ അവരുടെ കുടുംബം കലങ്ങാൻ തുടങ്ങിയത്. ആരാ മോശമായിട്ട് പെരുമാറിയതും പ്രവർത്തിച്ചതും? അവരും അവരുടെ മകനും. എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്ക്. ഞാൻ ഇത്രയും നാളും സഹിച്ചും ക്ഷമിച്ചും നിന്നത് അതെൻ്റെ അമ്മയും കൂടപ്പിറപ്പുകളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം കൊണ്ടും മതിയായി മോളെ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഇനി അവിടെ നിൽക്കണ്ടെന്നേ, ഇങ്ങോട്ട് പോരെ, നമുക്ക് വേറെ എവിടെയെങ്കിലും ജോലി നോക്കാം. മാമച്ചനങ്ങളും ഗ്രേസിയാനും വിചാരിച്ചാൽ ചേച്ചിക്ക് എവിടെയെങ്കിലും ഒരു ജോലി റെഡിയാക്കാൻ പറ്റും. ചേച്ചി നാളെ തന്നെ ഇങ്ങ് പോരെ, ഇനി എന്തിനാ ഒരു ദിവസം കൂടി നിൽക്കുന്നത്? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, എല്ലാവരോടും യാത്ര പറയണം, പ്രത്യേകിച്ച് ബാലേന്ദ്രൻ സാറിനോട്. എന്നോട് ഒട്ടും ഇഷ്ടം കാണിക്കില്ലെന്ന് വിചാരിച്ച ആളാ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും പരിഗണിച്ചതും. അദ്ദേഹത്തോട് എനിക്കൊരു നന്ദി വാക്കെങ്കിലും പറയണ്ടേ. പിന്നെ മനുവേട്ടനല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, മനുവേട്ടനോടും യാത്ര പറയണം. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആ സ്ത്രീയോടും 2 വാക്ക് പറഞ്ഞിട്ടേ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങാവൂ. വേറെ ആരും കേൾക്കാതെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ആ ചെവിയിലോട്ടൊന്ന് പറയണം. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? 10-22 വർഷം മുമ്പ് നിങ്ങൾ പ്രസവിച്ച് വലിച്ചെറിഞ്ഞ മകളാ ഞാൻ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും നിങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കാനും വേണ്ടി വന്ന മോളാ ഞാൻ. തൃപ്തിയായി, എനിക്ക് എൻ്റെ ആഗ്രഹമൊക്കെ തീർന്നു. ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട. ഇത്രയും പറഞ്ഞിട്ട് വേണം ചേച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ. അവർ ചേച്ചിയോട് ചെയ്തതല്ല ഓർത്ത് ജീവിതകാലം മുഴുവൻ നീറണം. അങ്ങനെ ഒരു ശിക്ഷ അവർക്ക് കിട്ടണ്ടേ ചേച്ചി? അപ്പം അലീന പറയുന്നുണ്ട്, വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എനിക്ക് അവരാരെയും വേദനിപ്പിക്കുകയും വേണ്ട, സന്തോഷിപ്പിക്കുകയും വേണ്ട. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് പോരാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങി വെച്ച പോലെ ഒരു സമാധാനമുണ്ട്. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി നീ അവിടെ ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ, ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്ക്. എന്നാ പോരുന്നതെന്ന് വെച്ചാൽ ചേച്ചി ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് കൊണ്ടുപോവാം. അപ്പം അലീന പറയുന്നുണ്ട്, വെറുതെ അങ്കിളിനെയും ആൻറ്റീനെയും ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട മോളെ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ,
അവർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല ചേച്ചി, അവർക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. ഈ സമയം മുത്തശ്ശി വിളിക്കുന്നുണ്ട് കേട്ടോ അലീനേനെ. അപ്പോൾ അലീന ഫോൺ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടീനെയാണ് കേട്ടോ. രേവതിക്കുട്ടി അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ഇത് കാണുന്നുണ്ട്. അപ്പോൾ വന്ന് രേവതിക്കുട്ടിയോട് തിരക്കത്തിട്ട്, നീ എന്തിനാ രേവതിക്കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അലീനയുടെ എന്തെങ്കിലും കാര്യം ആലോചിച്ചിട്ടാണോ? അവൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ രേവതിക്കുട്ടി സങ്കടത്തോടെ പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി അവിടെ നിന്ന് പോരുക, ജോലി മതിയാക്കിയെന്നാണ് പറഞ്ഞ്. ചേച്ചിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ലത്രേ. അവിടുത്തെ മേഡം ചേച്ചിയോട് സ്വയം പിരിഞ്ഞു പോകാൻ പറഞ്ഞു. ചേച്ചി ഇനി കൂടി വന്നാൽ 1-2 ദിവസമേ അവിടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയടി, നമുക്ക് എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാനേ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, അത് മാത്രമല്ല ആൻറ്റി, അലീന ചേച്ചി അവിടെ ഒരുപാട് ആഗ്രഹിച്ച് നിന്നതാ. ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് അവിടെ നിന്ന് പോരുമ്പോൾ. അപ്പോൾ ഗ്രേസ് ആൻറ്റി ചോദിക്കുന്നുണ്ട്, അവൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ വീട്ടിൽ അവൾ എന്തിനാ അത്ര നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതിനൊരു കാരണമുണ്ട് ആൻറ്റി, അതാർക്കും അറിയില്ല, എനിക്കും അലീന ചേച്ചിക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അതെന്താടി, വലിയൊരു രഹസ്യം? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാനിത് പറയാൻ പാടില്ലാത്തതാ, പക്ഷേ ചേച്ചി അവിടെ നിന്ന് പോരുന്ന സ്ഥിതിക്ക് ഞാൻ പറയാം ആൻറ്റിയോട്. അതില്ലേ, അലീന ചേച്ചി ജോലിക്ക് നിൽക്കുന്ന അവിടുത്തെ മേഡമല്ലേ വൈജയന്തി, അത് ശരിക്കും ആരാന്നറിയോ ആൻറ്റിക്ക്? അലീന ചേച്ചിയുടെ സ്വന്തം അമ്മയാ. ഇത് കേൾക്കുമ്പോൾ ഗ്രേസമ്മ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്തടി പ്രാന്തായോ, എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ടില്ലേ, ആൻറ്റി വിശ്വസിച്ചില്ലല്ലോ, ഇതാ ഞാൻ ഒന്നും പറയാത്തത്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എന്നാലും എന്നതാണ് നീ പറയുന്നത്, ഇതൊക്കെ ഉള്ളതാണോ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതേ ആൻറ്റി, സത്യം ഞാൻ പറയുന്നത്. അവിടുത്തെ മേഡം എൻ്റെ അലീന ചേച്ചിയുടെ സ്വന്തം അമ്മയാണ്. അവർക്ക് പക്ഷേ അറിയില്ല ചേച്ചി മകളാണെന്നുള്ള കാര്യം. പാവം എൻ്റെ ചേച്ചി എത്രമാത്രം സഹിച്ചു ആ വീട്ടിൽ നിന്നിട്ട്. എന്തൊക്കെ ദ്രോഹങ്ങളാണ് അവരെൻ്റെ ചേച്ചിയോട് ചെയ്തത്. ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായിട്ടാണ് കേട്ടോ ഗ്രേസമ്മ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഗ്രേസമ്മ മാമച്ചായൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ഇതെവിടെയായിരുന്നു ഇത്രയും നേരം? അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞാൻ രേവതിക്കുട്ടിയുടെ അടുത്തായിരുന്നു. അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ മുഖത്തൊരു പരിഭ്രമം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് കേട്ടോ, മാമച്ചായ ഞാനൊരു കാര്യം അറിഞ്ഞു, അത് കേട്ടപ്പോൾ എന്നെ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുക ഞാൻ. അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്നതാടി കാര്യം, ഉള്ളതാണേ പറ. അങ്ങനെ ഗ്രേസമ്മ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മാമച്ചനോട് പറയുന്നുണ്ട് കേട്ടോ, വള്ളി പുള്ളി തെറ്റാതെ. അത് കേട്ടതും മാമച്ചൻ ആകെ ഷോക്കാവുന്നുണ്ട്. നിനക്കെന്നതാടി പ്രാന്തായോ, എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ? അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എനിക്കും ആദ്യം കേട്ടപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നിയത്, പക്ഷേ സത്യമാ അച്ചായ, അലീന ആ വൈജയന്തി എന്ന് പറയുന്ന സ്ത്രീയുടെ മോളാ. ഇപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവളോട് അവിടെ നിന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്ത് കഷ്ടമല്ലേ ആ കുട്ടിയുടെ ജീവിതം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇനി നാളത്തെ എപ്പിസോഡിൽ ബാലേന്ദ്രൻ അലീനനെ വിളിച്ചിട്ട് ആ കത്രിക എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കത്രിക എങ്ങനെയാണ് എൻ്റെ കയ്യിൽ തിരിച്ചെത്തിയെന്ന് നിനക്കറിയൂ എന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ അലീന. ബാലേന്ദ്രനാണെങ്കിൽ മകൻ ചെയ്ത തെറ്റിന് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് അലീനയോട്. ഇതിനു ശേഷമാണ് ബാലേന്ദ്രൻ കോൾ റെക്കോർഡിങ്സ് നോക്കുന്നതും അലീന വൈജയന്തിയുടെ മകളാണെന്ന് തിരിച്ചറിയുന്നതും. അപ്പോൾ ഇത്രയാണ് കേട്ടോ വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്